ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിജി വലിയൊരു പ്രഹരമാണ് നൽകിയത്. വിദേശ നിർമ്മിതമായ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചത് അത്ര ചെറിയ കാര്യമല്ലായിരുന്നു. മാഞ്ചസ്റ്ററിൽ പോയി ചോദിച്ചു നോക്കൂ, ഗാന്ധിജിക്ക് അവിടെ എന്തു പേരും പ്രതിച്ഛായയുമായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. അവർക്ക് എവിടെയാണോ വേദനിക്കുന്നത് അവിടെ തന്നെ ഞാൻ അടിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞു. എന്റെ നാട്ടുകാരുടെ കയ്യിൽ തോക്കുകളില്ല, ഞാൻ അവരെ കൊണ്ട് തോക്കെടുപ്പിക്കുകയുമില്ല. അങ്ങനെ ചെയ്താൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടും. ഇന്നത്തെ അമേരിക്കയേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ള ഒരു ബ്രിട്ടനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ബ്രിട്ടീഷുകാർ വെറും കച്ചവടക്കാരാണ്. അവർ പണത്തിന് ആർത്തിയുള്ളവരാണ്. ഭാരതത്തെ കൊള്ളയടിച്ച് ലണ്ടൻ കൊഴുക്കുന്നത് ഞാൻ തടയും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ കൊള്ള തടയാനാണ് അദ്ദേഹം ഖാദിയും ഉപ്പുവെള്ള സത്യഗ്രഹവുമൊക്കെ നടത്തിയത്. വിപ്ലവകാരികൾ അക്രമത്തിന്റെ പാത സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടാൻ ഇനിയും വൈകിയേനെ എന്ന കാര്യം നമ്മൾ സമ്മതിക്കുന്നു. അദ്ദേഹം ചെയ്തത് മാത്രം മതിയാകുമായിരുന്നില്ല. പക്ഷേ ഗാന്ധിജി ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് അന്ന് തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നോ? സ്വാതന്ത്ര്യം നേടുന്നതിൽ അദ്ദേഹം ഒരു സഹായവും ചെയ്തില്ലേ? എല്ലാവരും സഹായിച്ചു. ഗാന്ധിജിയും സഹായിച്ചു. ഗാന്ധിജി തനിയെ സ്വാതന്ത്ര്യം കൊണ്ടുവന്നു എന്ന് പറയുന്നത് എത്രത്തോളം തെറ്റാണോ അത്രത്തോളം തന്നെ തെറ്റാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നതും.